ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്ര വലിയ റെസിപ്പിയും വലിയ വീഡിയോ ഒന്നും അല്ല, ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്ന് നമ്മളിവിടെ ചക്ക മുറിച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചക്ക ഒന്ന് വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പം വൈകുന്നേരത്ത് ഞങ്ങൾ ചക്ക ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് മാത്രമേ പുഴുങ്ങുന്നുള്ളൂ. കുറച്ച് ചക്ക ഞാൻ ഒരു 10-15 ചുളയോളം എടുത്തിട്ടുള്ളൂ. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുരുവൊക്കെ ഉള്ളതുകൊണ്ട് കുരു ഇല്ലാത്തതും ഉണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരല്പം ഉപ്പും ഇട്ട് നമുക്കൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ കേട്ടാൽ മതി. ഈ ചക്ക നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പം ഞാൻ കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്ക കണ്ടില്ലേ, വെന്ത് നല്ല കളറൊക്കെ ഇല്ലേ, നല്ല ഭംഗിയുണ്ട്. അല്പം വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വെള്ളം ഇച്ചിരി ഒന്ന് പറ്റട്ടെ. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പറ്റി ചക്കയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ചമ്മന്തി റെഡിയാക്കാം. ഇതിന് ഒരു ചെറിയ സവാള, ഒരു 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത്, ഒരല്പം പിഴുപുളി, ഉപ്പ് ഞാൻ ഈ സവാളയുടെ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നമുക്കൊരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് ഒരുപാട് അങ്ങ് അരയാതെ ഒരുമാതിരി ചതച്ചൊരു പരുവത്തിലാക്കി എടുക്കാം. അപ്പം നമുക്ക് ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ നമ്മൾ ഒന്ന് ചതച്ചൊരു നമ്മൾ ചെറിയ കല്ലിട്ട് ചതച്ചെടുത്താലും മതി. ഇനി ഞാൻ അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ച് ചേർത്തത്. നമുക്ക് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ, ഗ്യാസിനൊക്കെ പിടിക്കാതെ വരികയാണെങ്കിൽ നമ്മൾ കുരുമുളകും കൂടെ ചേർക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ചക്ക പുഴുങ്ങിയതും കട്ടനും ചമ്മന്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തൊക്കെ നമുക്ക് ഈ കട്ടൻ്റെ കൂടെ ചക്ക പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല രുചിയായിരുന്നു കേട്ടോ. കിഡ്ലോസ്കിയാണ് സംഭവം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കളറൊക്കെ ഇല്ലേ ചക്കയ്ക്ക്. നല്ല വരിക്കച്ചക്കയായിരുന്നു ഇതേ. അതുകൊണ്ടാണ് ഇത്രയും നല്ല കളറും നല്ല ഒരുപാട് പഴുക്കാത്ത ചക്കയാണ് എടുത്തത്. വിളഞ്ഞ ചക്കയാണ് ഞാൻ പുഴുങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം. താങ്ക്